നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചത്. ആത്മാവിനെ വർഷിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വം. ഭയാനകവുമായ ദിനം ആഗതമായിരിക്കുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 2, 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ ഗീതത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ. വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമായ്ക്കുന്ന വചനം. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമായ്ക്കുന്ന വചനം. തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലലകളിൽ ഒഴുകി വരും വചനം.
അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2, 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദൈവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് അതിപ്രാധാന്യമുള്ള ദിവസമാണ്. ഈ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഈശോയെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ആദ്യമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ഥൈര്യലേപനവും സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഈ കുഞ്ഞുമക്കൾ കടന്നു വരികയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മനസ്സുകൾ ശാന്തമാക്കി ഇന്നേ ദിവസം കർത്താവ് നൽകുന്ന വചനം എന്തെന്ന് വ്യക്തമായി വിവേചിച്ചറിയാൻ ദൈവാത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേചനാശക്തി ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂ. സ്നേഹമുള്ളവരെ, കാർഡിനൽ നഗർ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ അതിരൂപതയെ ധീരതയോടെ നന്മയുടെ മാർഗത്തിലൂടെ നയിച്ച ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ധന്യമായ ഓർമ്മകൾ ഉണർത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇപ്പോൾ വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനുസ്മനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഇന്നിവിടെ വളവിയച്ഛനാണ് വികാരിയായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പള്ളിയുടെ പണിയൊന്ന് കാണുന്നതിനായിട്ട് വൈലിക്കോടത്തച്ഛൻ എൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്താണ്. ഇവിടെ വന്ന് അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണുവാനായിട്ട് വന്നു. ഇപ്പോൾ റിജു അച്ഛൻ വികാരിയായിരിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ അച്ഛൻ മാറിയിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ വന്ന് ഈ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ ബലിയർപ്പിക്കാനും സന്ദേശം നൽകുവാനായിട്ട് വരുന്നു. വളരെ സന്തോഷമാണ്. നിങ്ങളോട് എന്താണ് പറയേണ്ടത്? നിങ്ങൾ ഈശോയെ സ്വീകരിക്കുകയാണ്. ഈശോയെ സ്വീകരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഈ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. ശിശുദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. ഭാരതത്തിലെല്ലായിടത്തും കുഞ്ഞുങ്ങളുടെ ദിവസമാണ്. നിങ്ങൾക്ക് ആശംസകൾ നേരണോ
നിങ്ങൾ ശിശുക്കളായിരുന്നു, ഞങ്ങളൊക്കെ ശിശുക്കളായിരുന്നു. അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ആ ഒരു കാലം ഉണ്ടായിരുന്നു, ബാല്യകാലം. നിങ്ങളതിനെ പിന്നിടുകയാണ്. നിങ്ങൾ ആ ശിശുക്കളുടെ തലത്തിൽ നിന്ന് മുതിർന്ന കുട്ടികളുടെ തലത്തിലേക്ക് നിങ്ങൾ ഉണരുകയാണ്. കാരണം അതിന് നമ്മൾ പറയുന്ന പേരാണ് തിരിച്ചറിവെന്ന് പറയും. തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നൽകുക. അതിനു മുമ്പ് അത് നൽകുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വിയാരിസിനെ കുറിച്ച് ഓർക്കുകയാണ്. അത് നമ്മുടെ റിജോച്ചൻ പഠിച്ച സ്ഥലം സ്വിറ്റ്സർലൻഡിലെ ലുഗാനോ എന്ന് പറയും. ഒരു പക്ഷേ ഏറ്റവും സുന്ദരമായൊരു സ്ഥലമാണ്. അച്ഛനോട് നിങ്ങൾ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ ചോദിക്കണം, അതിൻ്റെ വിവരണങ്ങളൊക്കെ അച്ഛൻ പറയും. അവിടെ ഇറ്റാലിയൻ സംസാരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനടുത്തുള്ള ഒരു പ്രദേശമാണ്. കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ പാതുവ എന്ന് പറയുന്ന അവിടെ ത്രിവീസോ എന്ന് പറയുന്ന ഒരു രൂപതയുണ്ട്. അവിടുത്തെ ഒരു വികാരിയച്ഛൻ്റെ കാര്യം ഞാൻ പറയാം. അവിടെ ഡോൺ ജുലിയാനോ എന്ന് പറയുന്നൊരു വികാരിയച്ഛൻ. അച്ഛൻ വളരെ തീക്ഷ്ണമതിയായ ഇടവക വികാരിയാണ്. അപ്പോൾ അച്ഛനുമായിട്ട് എനിക്ക് നല്ല സൗഹൃദം ഉള്ളതുകൊണ്ട് ക്രിസ്മസ്, ഈസ്റ്റർ സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ പോകാറുണ്ട്. അത് ഏറ്റവും തിരക്കുള്ള സമയമാണ്. അപ്പോൾ അച്ഛൻ ചെയ്യുന്നത്, പള്ളി നിറച്ച ആളുകളായിരിക്കും. ഈ അച്ഛൻ്റെ ബലിയർപ്പണവും പ്രസംഗവും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമായതുകൊണ്ട് നേരത്തെ തന്നെ പള്ളിയിൽ സീറ്റുകൾ നിറഞ്ഞിരിക്കും. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന കുട്ടികളെ എല്ലാവരെയും അൾത്താരയ്ക്ക് ചുറ്റും ഇങ്ങനെ നിർത്തും. അപ്പോൾ ആ അൾത്താരയിൽ നിറച്ച് കുട്ടികളായിരിക്കും. പക്ഷേ ഈ കുട്ടികൾക്കൊന്നും കുർബാന കൊടുക്കാൻ സാധിക്കില്ല. കാരണം അവർ മുതിർന്നു കഴിഞ്ഞ് അവരുടെ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം കുർബാന കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവരെല്ലാവരും ഈ കുർബാനയ്ക്ക് കൊടുക്കുന്ന സമയത്ത് വലിയ ആഗ്രഹത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. അപ്പോൾ വിചാരിച്ചും ചെയ്യുന്നത്, ഈ കുർബാന കഴിയുമ്പോൾ എല്ലാവരും കൂടി സങ്കീർത്തിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഓസ്തി വാഴ്ത്തി അങ്ങോട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും കുട്ടികൾക്ക്. മറ്റു ദിവസങ്ങളിൽ കുട്ടികൾ പള്ളിയിലേക്ക് വരുമ്പോൾ കുർബാന കഴിയുമ്പോൾ ഉടനെ തന്നെ സങ്കീർത്തിയിലേക്ക് ഓടി വന്നിട്ട് ഡോൺ ജുലിയാനോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് ഈ ഓസ്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും നാളും അച്ഛൻ എല്ലാവർക്കും തിരുവോസ്തി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നില്ല? നിങ്ങൾക്ക് തരാതിരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിവ് വരാൻ വേണ്ടിയിട്ടാണ്. മാതാപിതാക്കൾ പറയും അവർക്ക് തിരിച്ചറിവ് വരണം. എന്താണ് തിരിച്ചറിവ്? ഈ അപ്പം ഇത് വെറും അപ്പമല്ല, അത് ഈശോയുടെ ശരീരമാണ്, എൻ്റെ ആത്മീയ ഭക്ഷണമാണ് എന്നുള്ള തിരിച്ചറിവ്. അതുപോലെ തിരുരക്തം, വീഞ്ഞ്, അത് എൻ്റെ ആത്മീയ പാനീയമാണ്, എനിക്ക് ആത്മീയമായി വളരുന്നതിന് ശക്തി നൽകുന്ന യേശുവിൻ്റെ തിരുരക്തമാണതെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ലഭിക്കണം. അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരുക്കത്തോടു കൂടി നിങ്ങൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, വെണ്മയേറിയ വസ്ത്രങ്ങൾ ധരിച്ച്, അത് ഹൃദയത്തിൻ്റെ പ്രതീകമാണത്. അങ്ങനെ ഈശോയെ സ്വീകരിക്കാൻ, ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, അങ്ങനെ രണ്ട് വലിയ കൃപകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. കർത്താവ് കൂടെയുണ്ടെങ്കിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ തിരുവചനം. നിങ്ങളുടെ കൂടെ ഈശോ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും. അപ്പോൾ ആ ഒരു അവബോധത്തിലേക്ക് മക്കളെ നിങ്ങൾ ഉണരണം. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോ നിങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ പറയണം. നേരത്തെ ഉണ്ടായിരുന്ന പോലെ കുസൃതിയൊന്നുമില്ല, മിടുക്കനായിട്ടുണ്ട്, മിടുക്കിയായിട്ടുണ്ട്, കൂടുതൽ അനുസരണയുള്ളവനായി തീർന്നിട്ടുണ്ട്, അനുസരണയുള്ളവളായി തീർന്നിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കുന്നു, ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നു, എല്ലായിടത്തും വലിയ സന്തോഷം കാണുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് പറയണം. അതാണ് നമ്മൾ തിരുവചനത്തിൽ അവസാനം കേട്ട കാര്യം. ഈശോയെക്കുറിച്ച് പറയുക, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ വളർച്ചയാണ് ആവശ്യം. അതെങ്ങനെ ഈശോ പ്രകടിപ്പിക്കുന്നതെന്നറിയാമോ? ജ്ഞാനത്തിൽ വളരുക. കാർഡിനൽ വെർച്യൂസിലെ ആദ്യത്തെ വെർച്യൂ ആണ്. നിങ്ങൾ കാർഡിനൽ നഗറിലാണ് ഈ കാർഡിനൽ വെർച്യൂ. വിസ്ഡം, ഫോർട്ടിറ്റ്യൂഡ്, മോഡറേഷൻ, ജസ്റ്റിസ്. 4 പുണ്യങ്ങളാണ്. ഈ 4 പുണ്യങ്ങളും ആർജിച്ചെടുക്കണം. ആദ്യത്തേതാണ് വിസ്ഡം, ജ്ഞാനം. ഈ ജ്ഞാനത്തിൽ ഈശോ വളർന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കണ്ടത്. ദൈവാലയത്തിൽ പെരുന്നാൾ കൂടാൻ പോയി, വലിയ ആൾത്തിരക്കാണ്, ഒരുപാട് ആഘോഷങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ഈശോ എവിടെയാണ് ശ്രദ്ധിച്ചതെന്നറിയാമോ? അവിടെ പണ്ഡിത സദസ്സിൽ ഈശോ കടന്നു ചെന്ന് അവിടെയുള്ള യഹൂദ മത പണ്ഡിതന്മാരോട്
ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ചർച്ചയിൽ സജീവമായി പങ്കാളിയാകുന്ന 12 വയസ്സുള്ള ബാലൻ. നിങ്ങൾക്കതിന് സാധിക്കുമോ? വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് തേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾക്ക് വികാരിയച്ഛനും മാതാപിതാക്കളും അതുപോലെ നിങ്ങളുടെ മതാധ്യാപകരും മുതിർന്നവരൊക്കെ ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ആ ഉത്തരങ്ങളിൽ കൂടുതൽ കൃത്യത വരുത്താൻ നമ്മൾ വീണ്ടും വായിക്കും. തിരുവചനം വായിച്ച് ധ്യാനിച്ച് അങ്ങനെ ദൈവികമായ അറിവിൽ നമ്മൾ വളരും. അതുകൊണ്ട് ഈശോ ചോദിക്കുക, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് അവരോട് തിരിച്ചു ചോദിക്കുക. അപ്പോൾ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതമാകുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഈശോ കൂടെയുണ്ടെങ്കിലോ അതെങ്ങനെയായിരിക്കും നമ്മിൽ സംഭവിക്കുക? ഈശോ കൂടെയുണ്ടെന്ന് തിരിച്ചറിയാൻ അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായം 13 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ എടുത്ത് വായിക്കുക. അപ്പോൾ നമ്മളവിടെ ഈശോയെ കാണുന്നുണ്ടെങ്കിലും ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെ അവർ ഈശോയെ തിരിച്ചറിയുന്നില്ല. അപരിചിതൻ്റെ രൂപത്തിൽ ഈശോ കൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴി അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ അപരിചിതനോട് പറയുകയാണ്. ഈശോ അവർക്ക് തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപരിചിതത്വം മാറി അവർ വലിയ സുഹൃത്തുക്കളെ പോലെയായി. അപ്പോൾ അവർ പറഞ്ഞു, നേരം വൈകി, ഇരുട്ടായി, അങ്ങ് ഞങ്ങളോടുകൂടെ താമസിക്കുക എന്ന് പറഞ്ഞ് അവരുടെ ഭവനത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുക. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതാണ്. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളിങ്ങനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ് ഈശോ അപ്പം മുറിക്കാൻ ഭക്ഷണത്തിനിരുന്നു കഴിഞ്ഞപ്പോൾ ഈശോ അപ്പം എടുത്തു, മുറിച്ചു, അവർക്ക് 2 പേർക്കും കൊടുത്തു. തിരുവചനം പറയുക, അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈശോ കൂടെയുള്ളവർ ചെയ്യുന്ന കാര്യം ഇത് തന്നെ ആയിരിക്കണം. അപ്പം എടുക്കും, ഉടനെ ഭക്ഷിക്കുകയല്ല, ചുറ്റുമുള്ളവരെ നോക്കും. അവരുടെ കൈകൾ ശൂന്യമാണല്ലോ, അവരുടെ കൈകളിലേക്ക് കൊടുക്കും. അവർ ഈശോയുടെ അനുയായികളാണെങ്കിലോ അവർ നോക്കും, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കൈകൾ ശൂന്യമാണ്, അവരുടെ കൈകളിലേക്ക് കൊടുക്കും. ഞാൻ ആദ്യം ഭക്ഷിക്കണമെന്നല്ല അവരുടെ വിചാരം, മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാണ്. അവരോ അങ്ങനെ അടുത്തിരിക്കുന്ന ആളുകളുടെ ശൂന്യമായ കൈകളിലേക്ക് പകർന്നു കൊടുത്തിരിക്കും. അങ്ങനെ ഈശോ അപ്പം മുറിക്കുകയും സ്വീകരിക്കുന്നവർ പകർന്നു കൊടുക്കുകയും ചെയ്ത് ആദ്യം അപ്പം ഭക്ഷിക്കാൻ കൈകളിൽ സ്വന്തമായിട്ട് അപ്പം ഉണ്ടാവുന്ന ആരാന്നറിയാമോ? ഏറ്റവും അകലെ ഇരിക്കുന്നയാൾ, പിന്നീട് അപ്പുറത്ത് ആരുമില്ലാതിരിക്കുന്നയാൾ. അവരെ നമ്മൾ സമൂഹത്തിൽ പറയുക പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഒന്നുമില്ലാത്തവർ. അവർക്കാണ് ആദ്യം നൽകേണ്ടത് എന്ന് പഠിപ്പിച്ചയാളാണ് ഈശോ. ഉള്ളത് മുഴുവൻ ഉദാരതയോടെ പ്രതിഫലേച്ഛ കൂടാതെ അപരന് കൊടുക്കാൻ ഞാൻ മനസ്സാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള അവബോധത്തിലേക്ക് ഞാൻ ഉണരുക. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. അത് സ്വർഗത്തെക്കുറിച്ചുള്ളൊരു കഥയാണ്. അതോടൊപ്പം തന്നെ നരകത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് രണ്ടും ഞാൻ വിവരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എവിടേക്കാണ് പോകേണ്ടത്, സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ. ആദ്യം നരകം എങ്ങനെയാണെന്ന് പറയാം. നരകം ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുക. അതിസുന്ദരമായിട്ട് അലങ്കരിച്ച ഒരു ഭക്ഷണമുറിയാണ്. അപ്പോൾ അവിടെ ഭക്ഷണമേശയിൽ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം, ഏറ്റവും നല്ല ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുക്കി വച്ചിരിക്കുക. നരകവാസികളൊക്കെ കസേരയിൽ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. പക്ഷെ ഒരു കൊച്ചു പ്രശ്നമുണ്ട്, അവർ കസേരകളിൽ ബന്ധിതരാണ്. അതുപോലെ തന്നെ അവരുടെ കൈകളും ബന്ധിതമാണ്. കൈകൾ എങ്ങനെ നിവർത്താം, പക്ഷേ മടക്കാൻ സാധിക്കാത്ത വിധം ഒരു കോല് വെച്ച് ഇങ്ങനെ കെട്ടിയേക്കാം, മടക്കാൻ പറ്റില്ല. ഭക്ഷണം കയ്യിലെടുക്കാം, കഴിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നരകം. വിശന്നു പൊരിഞ്ഞ് വിളമ്പിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഇരിക്കുക, വിശന്നു പൊരിഞ്ഞിരിക്കുക. ഇനി സ്വർഗം എങ്ങനെയാണെന്ന് നോക്കുക. സ്വർഗവും ഈ ചിത്രകാരൻ വരച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല.
നന്നായി അലങ്കരിച്ച ഭക്ഷണമുറി, ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. സ്വർഗവാസികൾ കസേരകളിലിരിക്കുന്നു. കസേരകളിൽ അവർ ബന്ധിതരാണ്. കൈമടക്കാനാകാത്ത വിധം ഒരു കോല് വെച്ച് കെട്ടിയിരിക്കുക. ഭക്ഷണം എടുക്കാം, വായിലേക്ക് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സ്വർഗത്തിലുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ കഴിക്കുക? ഭക്ഷണം എടുക്കും, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. അയാൾ കഴിക്കും, ഇപ്പുറത്ത് അതുപോലെ തന്നെ അയാൾ ഭക്ഷണം എടുത്ത് ഇങ്ങോട്ടും വെച്ചു കൊടുക്കും. അങ്ങനെ പരസ്പര സഹകരണത്തോടെ സന്തോഷമായി കഴിയുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ കാര്യം ഈ നരകത്തിലുള്ളവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ? നരകത്തിലുള്ളവർക്ക് അറിയാം, ഞാനിവിടുത്തെ ഭക്ഷണം എടുത്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കഴിക്കുമെന്നറിയാം. അതുപോലെ ഇങ്ങോട്ട് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് അവർ പറയും, ആരെങ്കിലും എന്നെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും കെട്ടുകൾ ഒരേ സമയം അഴിക്കും. അങ്ങനെയുള്ള രക്ഷകൻ വരും. ആ രക്ഷകൻ വരുമ്പോൾ നമുക്കെല്ലാവർക്കും അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ഭക്ഷിക്കാം. അങ്ങനെ രക്ഷകനെ കാത്തിരിക്കുക. രക്ഷകൻ എവിടെയാ? രക്ഷകൻ വന്നു, രക്ഷകൻ കടന്നുപോയി, രക്ഷകൻ ഹൃദയങ്ങളിൽ വസിക്കുന്നു. എന്നോട് ഉള്ളത് മുഴുവൻ ഉദാരതയോടെ പങ്കുവയ്ക്കണമെന്ന് സദാസമയവും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ രക്ഷകൻ്റെ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞ് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മനുഷ്യാവതാരങ്ങളായി നമ്മൾ എന്നും മാറുന്നുവോ അന്നേ നമ്മുടെ രാജ്യം സമാധാനമുള്ള, സ്നേഹമുള്ള രാജ്യമായി മാറും. നമ്മുടെ ഭവനം സ്നേഹത്തിൻ്റെ, തിരുസാന്നിധ്യത്തിൻ്റെ ഭവനമായി മാറുകയുള്ളൂ. അവിടെ സ്വർഗീയ സന്തോഷം ഉണ്ടാകും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുസാന്നിധ്യം അടുത്തനുഭവിക്കാൻ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ധീരതയോടെ ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ദൈവരാജ്യ മൂല്യങ്ങൾക്കനുസൃതമായി മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് തീക്ഷ്ണതയോടെ പറയാൻ, വിശ്വാസം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, ഒരു കാരണത്താലും ആ വിശ്വാസം നിഷേധിക്കാൻ ഇടവരാതിരിക്കാൻ കർത്താവിൻ്റെ തിരുസാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഒരുക്കിയ മാതാപിതാക്കൾക്ക്, വികാരിയച്ഛന്, സിസ്റ്റേഴ്സിന്, മതാധ്യാപകർക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യാണ്. നമുക്കൊരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാറോസൂസ പ്രാർത്ഥനകൾക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ തിരുശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഞങ്ങൾ നിന്നെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീര രക്തങ്ങൾ യോഗ്യതാപൂർവം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്ഥൈര്യലേപന കൂദാശയിലൂടെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ധീരപടയാളികളായി അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പന്തക്കുസ്ത ദിനത്തിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വരികയും അവർക്ക് ഭാഷാവരവും അത്ഭുതസിദ്ധികളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപുരോഹിതനായ ഈശോയെ, ഇന്നത്തെ ഈ ദിവ്യ കൂദാശ സ്വീകരിക്കുവാൻ ഞങ്ങളെ ആത്മീയമായി ഒരുക്കിയ വികാരി അച്ഛനെയും ഈശോയെ ആദ്യമായി ഞങ്ങൾക്കു നൽകുന്ന ജോസഫ് അച്ഛനെയും ജോയി അച്ഛനെയും സിനു അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ മിശിഹായെ, നിന്നിലുള്ള വിശ്വാസത്താൽ ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളെയും ആത്മീയ പാലകരെയും
അങ്ങേ സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കിയ അധ്യാപകരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലൂടെ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയും സഭയുടെ തലവനും പിതാവും മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാൻ പോലിത്തായും മാർ ആന്റണി കരിയൽ പിതാവേയും അങ്ങേ അനന്തകൃപയാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രശ്നങ്ങൾക്കെല്ലാം രമ്യമായ പരിഹാരമുണ്ടാകുന്നത് ദൈവാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് തുറവിയുള്ളവരാകാൻ, ദൈവഹിതമനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സഭാധികാരികളെയും സഭാമക്കളേവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരണം മൂലം നമ്മോട് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് സമർപ്പിക്കാം. ജീവൻ്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായെ, നിൻ്റെ പക്കൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീകവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ നീ എന്നും തുണയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കുഞ്ഞുങ്ങളുടെ കാഴ്ച സമർപ്പണ സമയം. മാതാപിതാക്കളെല്ലാവരും ശാന്തമായി ഇരിക്കുന്നു. ഗായക സംഘം കാഴ്ചവെപ്പിന്റെ ഗീതം ആരംഭിക്കുന്നു. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയുമെൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനെൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വൻനിരാശകൾ ദൂരെയകറ്റുന്ന എൻ സ്നേഹരൂപനേ, ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ,
സർവവും നിന്റെ മുൻപിലായി നാം സ്വീകരിക്കണമേ പ്രഭോ. ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി പ്രഥമ ദിവികാരുണ്യ സ്വീകരണവും സ്ഥൈര്യലേപനവും നടത്തുന്ന ഈ കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ ധീരരായ പ്രഘോഷകരാകാൻ ആവശ്യമായ ആത്മീയമായ കരുത്ത് നൽകി അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.